കുട്ടികൾക്ക് പഠിക്കാൻ നാളെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാം പ്രജാസഭയിലിരുന്ന സമയത്ത് രാജാവ് എഴുതി കൊടുത്ത സ്ഥലങ്ങളാണ്. സവർണ്ണന്മാർ കത്തിച്ചു കളഞ്ഞ ബെഞ്ച് ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ 3 ഭാഗങ്ങളായിട്ട് 1,78,00,000 രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിച്ചത്. ഒരാൾക്ക് മാത്രം ഈ സാധന പരിപാലന സംഘത്തിൽ ഒന്നും ചെയ്യാൻ നോക്കില്ല. ആ വസ്തു പലവരുടെ സമുദായത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു കോടതി സമുച്ചയമുണ്ട്. അയ്യങ്കാളി പണ്ട് ശിക്ഷിച്ചുകൊണ്ടിരുന്ന കോടതി സമുച്ചയമുണ്ട്. അത് ഓരോ വീട്ടു ജോലിക്കാരുടെയും കൂലിപ്പണി ചെയ്യുന്നവരും തൊഴിലുറപ്പുകാരുടെയും അതിൽ വേർപ്പിൻ്റെ അംശമാണ്. നമ്മളെ കൊല്ലത്ത് കുരിയോട്ടുമല്ല കോളേജ് ഒരു സ്കൂള് പണിയുന്ന കുടിപ്പള്ളിക്കുടം പണിയണമെന്ന് ആഗ്രഹപ്പെട്ട് വന്നപ്പോൾ വെങ്ങാനൂരിൻ പ്രിയപുത്രനായി വർണ്ണവൈജാത്യങ്ങൾക്ക് അന്തകനായി വെങ്ങാനൂരിൻ പ്രിയപുത്രനായി വർണ്ണവൈജാത്യങ്ങൾക്ക് അന്തകനായി അധസ്ഥിത ജനതയ്ക്ക് രക്ഷകനായി അവനിലെത്തിയ രണതാരമേ പ്രണാമം 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 പ്രണാമം. പൂക്കൾ ചാഞ്ചാടി വിരിയുന്നു വീണ്ടും വരവേൽക്കയായി ധന്യസ്മരണകളെ. ഒരു വില്ലുവണ്ടി ഓടിച്ചിട്ടിരുന്ന അയ്യങ്കാളി മഹാത്മാവിൻ്റെ വില്ലുവണ്ടി എടുത്തിരുന്ന കൊച്ചാപ്പി എന്ന ഒരാളുടെ ചെറുമക്കളുടെ വകയാണ്. പുള്ളിക്കൻ 1904 ഒരു സ്കൂള് പണിയുന്ന കുടിപ്പള്ളിക്കുടം പണിയണമെന്ന് ആഗ്രഹപ്പെട്ട് വന്നപ്പോൾ കൊച്ചാപ്പി എന്ന ആളിൻ്റെ വസ്തുവാണ് ഈ കുടിപ്പള്ളിക്കുടത്തിന് വേണ്ടി കൊടുത്തത്. അത് അന്ന് ഓലക്കെട്ടമായിരുന്നു. പിന്നീട് പരിഷ്കാരം വന്ന് ഈ വസ്തു അവർ പിന്നീട് സർക്കാർ ഏറ്റെടുക്കുകയും കുറേ കാലം കഴിഞ്ഞപ്പോൾ സർക്കാരിന് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ അവർ വിടുകയും ചെയ്തു. അവസാനം പുള്ളിക്കാരൻ വിൽക്കാനുള്ള തീരുമാനമായപ്പോഴാണ് KPMS ഇത് ഏറ്റെടുത്തു. ഈ 3 ഭാഗങ്ങളായിട്ട് 1,78,00,000 രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിച്ചത്. 3 പ്ലോട്ട്. ഈ ഒരു പ്ലോട്ട് സ്കൂള്, അതിൻ്റെ അടുത്ത സ്കൂള്. അതിനും മറ്റേ ഫ്രണ്ടിലത്തെ സ്കൂള് 2009 70 ലക്ഷം രൂപയ്ക്ക് KPMS വിലയ്ക്ക് വാങ്ങിച്ചു. ഇതെല്ലാം കൂടെ ചേർത്താണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇനി അടുത്ത ഈ 1 കോടി രൂപ പദ്ധതി ഹാബിറ്റാറ്റ് കമ്പനിയാണ് ഇതിനു വേണ്ടി എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത്. അത് ഇവിടുത്തെ ഗ്രൗണ്ടും അടുത്തുള്ള കളിസ്ഥലത്തിനും ബാക്കി ലൈബ്രറിക്കെല്ലാം വേണ്ടി 1 കോടിക്കാണ് ഹാബിറ്റാറ്റ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. പുള്ളിക്ക് 1 വർഷത്തിനകം നമ്മൾ ഈ പൈസ കൊടുക്കുമ്പോൾ അവർ ചെയ്തു തരാമെന്നുള്ള ഉറപ്പിൽ തന്നെ നിൽക്കണം. ഇടിച്ച് എത്തിക്കുന്നത്. അതായത് അതിനോടൊപ്പം ഒരു കോടതി സമുച്ചയമുണ്ട്. അയ്യങ്കാളി പണ്ട് ശിക്ഷിച്ചുകൊണ്ടിരുന്ന കോടതി സമുച്ചയമുണ്ട്. അത് പൊളിച്ച് അതിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് വീഡിയോ എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ചെയ്ത് 2 കൊല്ലത്തിനകത്ത് ഇതേപോലെ ചെയ്ത് തിരിച്ച് നമ്മളെ ഏൽപ്പിക്കും. KPMSനെ ഏൽപ്പിക്കും കോടതി സമുച്ചയം. അതാണ് ഇപ്പോഴും ഇതുവരെയുള്ള സംഭവങ്ങൾ. ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ കാര്യങ്ങളൊന്ന് പറയണേ. സാധുജന പരിപാലന സംഘം അത് 1937 നിന്നുപോയല്ലോ. നിന്നുപോയതിനു ശേഷമാണല്ലോ പിന്നെ 1970 ചാത്ത മാസ്റ്റർ KPMS രൂപീകരിച്ചത്. സാധുജന പരിപാലന സംഘം എന്നുള്ള പ്രവർത്തനം നിന്നതിൻ്റെ പേരിൽ 1970 നമ്മൾ ചാത്ത മാസ്റ്റർ KPMS രൂപീകരിച്ചു. അതിനുശേഷമാണ് KPMS രൂപം കൊണ്ടതും. പിന്നെ അന്നുള്ള രജിസ്ട്രേഷനിൽ ഇപ്പോൾ ഇത് ഒരാൾക്ക് മാത്രം
ഈ സാധുജന പരിപാലന സംഘത്തിൽ ഒന്നും ചെയ്യാൻ ഒക്കില്ല. ആ വസ്തു പലവരുടെ സമുദായത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പൊ അവിടെ ചുമതലയിരിക്കുന്നതെല്ലാം പുലേര് തന്നെയാണോ? പുലേരാണ്, പക്ഷെ അതിന് എഴുത്തുകുത്ത് സാധുജന പരിപാലന സംഘം എന്നാണ് എഴുത്തുകുത്ത്. അപ്പം അതിൽ ഒരു പുലേർക്ക് മാത്രം കൈയേറ്റം ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ നമുക്ക് പേട് ഒരു ഉണ്ട്, 10 സെന്റ് ഉണ്ട്, അത് പുലേർക്ക് മാത്രം കൈയേറ്റം ചെയ്യാൻ ഒക്കില്ല. നമ്മൾ കൈയേറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ സാധുക്കളായ എല്ലാ സമുദായങ്ങൾക്കും അവകാശപ്പെട്ടാണ്. ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ചെയ്യാനൊക്കില്ല. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പേടുണ്ട്, സ്ഥലം മിണ്ണങ്കോടുണ്ട്, പല സ്ഥലങ്ങൾ, പല കേരളത്തിൻ്റെ പല ഭാഗത്തും സ്ഥലങ്ങളുണ്ട്. മഹാത്മാവിന് രാജാവ് കൊടുത്ത സ്ഥലങ്ങളാണ്. പ്രജാസഭയിൽ ഇരുന്ന സമയത്ത് രാജാവ് എഴുതി കൊടുത്ത സ്ഥലങ്ങളാണ്. പക്ഷെ ഇപ്പൊ ആ ഫ്രണ്ടിലെ സ്തൂപവും അതെല്ലാം കൂടെ നമ്മുടെ ഒരു ഭാഗമായാലേ നമുക്കൊരു എഫക്റ്റ് എന്തായാലും നമ്മളെ കാലം കഴിഞ്ഞാൽ നമ്മൾ KPMCന്റെ വകയിൽ തന്നെ വരും. കാരണം അത് ശാഖകൾ കുറഞ്ഞു വരും. സാധുജന പരിപാലന സംഘം അവർ കുറഞ്ഞു വരുന്ന സമയങ്ങളാണ്. ആളില്ല അതിന്. അവർ ദുർബലരായതുകൊണ്ട് കാരണം ഈ ചൂണ്ടിക്കണിക്കൊന്നുമില്ല. ഇപ്പം നമ്മൾ 11 കൊല്ലം കൊണ്ടാണ് കൊല്ലത്തൊരു കോളേജ്, അതിവിടുത്തെ പുലയ സമുദായത്തിൻ്റെ എല്ലാവരുടെയും കാശ്, അധ്വാനിക്കുന്നവരുടെ കൂലിപ്പണിക്കാരുടെ കാശാണ്. അവിടെ വേർപ്പിൻ്റെ അംശമാണ്. ഓരോ വീട്ടു ജോലിക്കാരുടെയും കൂലിപ്പണി ചെയ്യുന്നവരും തൊഴിലുറപ്പുകാരുടെയും അതിൽ വേർപ്പിൻ്റെ അംശമാണ് നമ്മളെ കൊല്ലത്ത് കുരിയോട്ടുമലയിലെ കോളേജ്. അതേപോലെ തന്നെ അയ്യങ്കാളി സ്കൂള്, ഇതും ഇതേപോലെ ഓരോ വ്യക്തികളുടെയും വേർപ്പിൻ്റെ അംശമാണ്. ഇതിനെ നമ്മൾ പരിപാലിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ. അതുപോലെ ഉരുട്ടമ്പലം സ്കൂളിന്റെ അവസ്ഥയും കാര്യങ്ങളും അവസ്ഥ ഇപ്പം സർക്കാർ ഏറ്റെടുത്ത് നന്നാക്കി. അതേപോലെ തന്നെ പഞ്ചമി പഠിച്ച ആ ബെഞ്ച്, പഞ്ചമി ഇരുന്ന ബെഞ്ചിനെ അവര് അന്നത്തെ സവർണന്മാർ കത്തിച്ചു കളഞ്ഞ ബെഞ്ച് ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പിന്നെ ഒരു വില്ലുവണ്ടി സർക്കാർ അവിടെ പണിത് അവിടെ വെച്ചിട്ടുണ്ട്. അത് നിർമ്മിച്ചു വെച്ചേക്കാണ്. ഇപ്പോഴും നിർമ്മിച്ചു വെച്ചാണ് സർക്കാരിൻ്റെ, കഴിഞ്ഞ വർഷം സർക്കാർ നിർമ്മിച്ചു വെച്ചാണ്. അത് ഇപ്പോഴും അവിടെ ഉണ്ട്. എല്ലാവർക്കും പോയി കാണാനുള്ള അവസരം ഒരു ദിവസം അനുമതി തരും സർക്കാർ. അപ്പോഴ് പോയി കാണാം. പിന്നെ അവരുടെ പ്രതിമകൾ അങ്ങനെ കൂടുതലും വെച്ചില്ല. സ്കൂളല്ലേ, അതുകൊണ്ട് എല്ലാം വെക്കാൻ വെക്കില്ല. അയ്യങ്കളിയുടെ പോയിക്കൊണ്ടിരുന്ന നമുക്ക് ഓർമ്മകളൊക്കെ അയവർക്കാനുള്ള സംഗതികൾ അവിടെ ഉണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ നാളെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാം. ഓക്കെ.